ഇതാണ് നമ്മൾ പറയുന്നത്. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിട്ട് ഈ കമൻറ്റ് ബോക്സിൽ ഇവിടെ കിടന്ന് മെഴുകുന്ന കോയമാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോഴും സുന്നത്തിനെ ന്യായീകരിക്കുന്നവരായിട്ട് ഇവിടെ കിടന്ന് മെഴുകാണ്. ഇവർക്ക് വിളിക്കാനോ അവരുടെ ഈ പറയുന്ന കാര്യത്തെ തള്ളി പറയാനോ ഉള്ള ഒരു ത്രാണി അവർക്കില്ല എന്നുള്ളത് നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്ന സംഗതി സമൂഹത്തിലുണ്ടെങ്കിൽ അതിനെ തള്ളാനുള്ള മനസ്സ് അത് ഹിന്ദുവിന് കൂടുതൽ, എന്നാൽ അതിനെ വെളുപ്പിക്കാനുള്ള മനസ്സ് അത് മുസ്ലിമിനാണ് കൂടുതൽ. ഇത് ഒരു വസ്തുതയാണ്. സുന്നത്ത് കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താ താങ്കളുടെ അഭിപ്രായം? വളരെ മോശം, ഒരു അന്ധവിശ്വാസമാണ്, ഒരു ദുരാചാരമാണ്. സുന്നത്ത് കഴിഞ്ഞല്ലോ കമാലിതിനെ, ഇത്ര പെട്ടെന്ന് എക്സസൈസ് ഒന്നും പാടില്ല. അതിനെ ശാസ്ത്രം ഇപ്പൊ അംഗീകരിക്കുന്നതോ? ശാസ്ത്രം എവിടെ അംഗീകരിച്ചു? ശാസ്ത്രം എത്ര ഡോക്ടേഴ്സ് ഇപ്പോ എന്താണ് കുറെ അണുബാധ ഇല്ലാതിരിക്കാനും കുറെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഏത് ഡോക്ടറാ പറഞ്ഞത്? എന്താണ് മുഖത്തൊരു സന്തോഷമില്ലാത്ത? എന്ത് പറ്റി? സന്തോഷമില്ലെന്നാരാ പറഞ്ഞേ? സന്തോഷത്തിന് കുറവൊന്നുമില്ല. അതായത് ഈ സർക്കംസിഷൻ എന്ന് പറയുന്നത് എന്തോ ഒരു പ്രശ്നമുള്ള സാധനമാണെന്നും അതിനൊക്കെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ചില ആർഗ്യുമെന്റുകളൊക്കെ കണ്ടു. ഒന്നാമത് അതിന്റെ അമ്മമായി പറയാനുള്ളത്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വിശ്വാസപരമായിട്ട് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടാവണമെന്നല്ല, അവർക്ക് അതിൽ പ്രമാണങ്ങളിലുണ്ടോ, അവർ പ്രവാചകൻ ഒരു കാര്യം നിർദ്ദേശിച്ചാൽ അത് മുസ്ലിങ്ങൾക്ക് അത് മതി തെളിവായിട്ട്. അപ്പൊ ഇനി പെൺ ചാലാകർമ്മത്തിന്റെ 2 ഗുണം പറഞ്ഞാട്ടെ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചേലാകർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അത് ആണിനും പെണ്ണിനും അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ. പിന്നെ ഈ പെൺ ചാലാകർമ്മത്തിന്റെ 2 ഗുണം പറഞ്ഞാട്ടെ. പെൺചേലാകർമ്മം നിർത്തി. എവിടെ നിർത്തി? നമ്മള് തമ്മിൽ ആണുങ്ങളാണല്ലോ സംസാരിക്കുന്നത്. അല്ല, അതിങ്ങനെ നമ്മൾ ഇസ്ലാമിലെ കാര്യമാണ് പറയുന്നത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അതല്ല, ആണുങ്ങൾക്ക് അപ്പൊ നിങ്ങൾ ഞാൻ അംഗീകരിച്ചു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അംഗീകരിച്ചു. ഇനി പെൺ ചാലാകർമ്മത്തിന്റെ 1 ഗുണം പറയും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അംഗീകരിച്ചു, അത്രേ ഉള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് ഇനി നിങ്ങൾ പറയൂ, സ്ത്രീ ചാലാകർമ്മത്തിന്റെ 1 ഗുണം പറയൂ, ഒരൊറ്റെണ്ണം. എല്ലാ ചാലാകർമ്മത്തിന്റെ ഉദ്ദേശം ഇസ്ലാം വെച്ചതിന്റെ കാഴ്ചപ്പാട്. നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടോ? എനിക്ക് പെൺകുട്ടികളുണ്ടോ ഇല്ലേ ഉണ്ടോ? നിങ്ങളുടെ ഭാര്യക്ക് ചാലാകർമ്മം ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യ ചാലാകർമ്മം ചെയ്തതാണോ? വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. എന്റെ ഭാര്യ ചെയ്തോ? നിങ്ങളുടെ ഉമ്മ ചാലാകർമ്മം ചെയ്തതാണോ? നിങ്ങൾ ഇസ്ലാമിലെ കാര്യം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്റെ കാര്യം ചോദിച്ച മാതിരി ഞാൻ നിങ്ങളെ കാര്യം ചോദിക്കുകയാണ്. പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. സ്ത്രീ ചാലാകർമ്മത്തിന്റെ 1 ഗുണം നിങ്ങൾ പറയാ. അത്രയും ഗുണമുള്ള സാധനമാണ് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ പെണ്ണ് ഇത് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഉമ്മ ഇത് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഉമ്മുമ്മ ഇത് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മായിയമ്മ ഇത് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മായി ഇത് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ പെങ്ങള് ഇത് ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ട് ചെയ്തില്ല? അതൊന്ന് പറഞ്ഞോട്ടെ. അത് ചെയ്യണമല്ലോ. നിങ്ങൾ കാര്യം ചോദിക്കുമ്പോ അത് പറയൂ. അപ്പൊ പുരുഷന്റേത് സുന്നത്തല്ലേ? അപ്പൊ പുരുഷന്റേത് സുന്നത്തല്ലേ? സ്ത്രീ ചാലാകർമ്മത്തിന്റെ ശാസ്ത്രം അംഗീകരിച്ച ഗുണം എന്താണെന്നുള്ളത് ഒരെണ്ണം പറയൂ. അംഗീകരിച്ച ഗുണം, ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ വിഷയങ്ങൾ. സ്ത്രീ ചാലാകർമ്മം. അപ്പൊ പിന്നെ എന്തിനാണ് WHO ഈ പറയുന്ന സാധനം എൻഡ് ചെയ്യും, UN 2030 ആകുമ്പോഴേക്കും സ്ത്രീ ചാലാകർമ്മം നിർത്തലാക്കുമെന്നും പറഞ്ഞിട്ട് പടയം കെട്ടി ഇറങ്ങിയിരിക്കണം? എന്തിനാ? അത് നിങ്ങളെപ്പോലെ അത് ശരി. അപ്പൊ ഇതേ UN തന്നെയല്ലേ പുരുഷന്റെ ചാലാകർമ്മം നല്ലതാണ്. അപ്പൊ ഇതേ തലേ മണ്ടയില്ലാത്ത കുറെ ആളുകളാണ് അപ്പൊ UN-ലും ഈ WHO ഇരിക്കുന്നത്. നിങ്ങൾ പറയുന്നു WHO അവരെ അംഗീകരിച്ചു എന്ന്. WHO പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്, സ്ത്രീ ചാലാകർമ്മം നിർത്തണം എന്ന്. അപ്പൊ സ്ത്രീ ചാലാകർമ്മം നിർത്തണം എന്ന് പറഞ്ഞ WHO മണ്ടയില്ലാത്തവരും പുരുഷ ചാലാകർമ്മം ചെയ്യണമെന്ന് പറഞ്ഞ WHO മണ്ടയുള്ളവനും ഇതെന്ത് ഇടപാടാണ് കോയ? എന്താണ് കോയ ഇങ്ങനെ? നിങ്ങൾ പറയൂ, സ്ത്രീ ചാലാകർമ്മത്തിന്റെ ഗുണം ഒരെണ്ണം പറയൂ. ഞാൻ 10 വരെ അതിന്റെ ഉള്ളിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മൾ വെക്കും. നിങ്ങൾ ഉത്തരം പറയാതെ ഇങ്ങനെ മെഴുകിയാൽ നമുക്ക് സമയമില്ല, നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളൊരു ഉത്തരം പറയൂ. സ്ത്രീ ചാലാകർമ്മത്തിന്റെ ഗുണം ഒരെണ്ണം പറയൂ.
പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി. ഇസ്ലാമിൽ നിങ്ങൾ പറഞ്ഞത് സ്ത്രീ ചലാകർമ്മം നല്ലതാണെന്നാണ്. ഈ പറയുന്ന സ്ത്രീ ചലാകർമ്മത്തിന്റെ ദോഷം എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ ജീവന് പോലും അപകടമാണ്. ഒരു ദോഷം അത് തന്നെയാണ്. എന്താ നിങ്ങൾ WHO റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്ക്. എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? സ്ത്രീ ചലാകർമ്മത്തിന്റെ ഗുണം എന്താണെന്നുള്ളത് അവിടെ WHO പറയണ്ടല്ലോ. അത് നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ പറ്റാത്ത? സ്ത്രീ ചലാകർമ്മം നടത്തിയിട്ട് ആളുകളുടെ ജീവൻ വരെ പോയി, അത് തന്നെ അപകടം. തെളിവ് WHO റിപ്പോർട്ട് നിങ്ങൾക്ക് എടുത്ത് വായിച്ചൂടെ? എന്താ വായിക്കാൻ അറിയില്ലേ? വായിക്കാൻ പറ്റില്ലേ? വായിക്കാൻ പറ്റില്ലേ? സ്ത്രീ ചലാകർമ്മത്തിന്റെ ദോഷം എന്താന്ന് WHO പറഞ്ഞിട്ടുണ്ടല്ലോ. സ്ക്രീനിൽ അത് എവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ടോ? എന്നാ അതെ ഞാൻ വായിക്കാം. ഒന്ന് വായിച്ചിട്ട് എനിക്ക് അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരണം ഞാൻ വായിക്കുമ്പോൾ. ഓക്കെ, WHO റിപ്പോർട്ടാണ്, ഇതേ ഇവിടെ കാണാം. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ. ഓക്കെ, അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ടൈപ്സ് ഓഫ് FGM പറഞ്ഞതിന് ശേഷം അതിൻ്റെ താഴെയുള്ള ഹെഡിങ്ങിന് നോ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓൺലി ഹാം. WHO പറയണാണ് കേട്ടോ, മണ്ടയില്ലാത്ത WHO. ഓക്കെ, FGM has no health benefits and it harms girls and women in many ways. എന്താണ് അതിന്റെ അർത്ഥം? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇതിന്റെ അർത്ഥം എന്താന്ന് പറയൂ. നിങ്ങൾ കിടന്ന് ഉരുളല്ലേ, നിങ്ങൾ അർത്ഥം എന്തോ ആയിക്കോട്ടെ എന്നോ, അതെങ്ങനെ ശരിയാവുക? അപ്പൊ പുരുഷന്റെ ജലാകർമ്മം വരുമ്പോൾ WHO നല്ല പിള്ളയും, പെണ്ണുങ്ങളുടെ ജലാകർമ്മം WHO എന്തോ ആയിക്കോട്ടെ എന്ന് പറയുന്നത് അത് എങ്ങനെയാ ശരിയാവുക കോയ? നിങ്ങൾ പറയൂ. ഞാൻ സമ്മതിച്ചല്ലോ പുരുഷന്റെ ജലാകർമ്മത്തിന് ഭയങ്കര ഗുണമാണ്. പക്ഷെ ഇസ്ലാമിൽ സ്ത്രീ ജലാകർമ്മവും പറഞ്ഞു വെക്കുമ്പോ സ്ത്രീ ജലാകർമ്മത്തിന്റെ ഗുണം നിങ്ങൾ ഒരെണ്ണം പറയും. അതെന്താ നിങ്ങൾക്ക് പറ്റാത്ത? ഇവിടെ ബാക്കി ഞാൻ വായിക്കാം. ഇറ്റ് ഇൻവോൾവ്സ് റിമൂവിംഗ് ആൻഡ് ഡാമേജിംഗ് ഹെൽത്തി ആൻഡ് നോർമൽ ഫീമെയിൽ ജെനിറ്റൽ ടിഷ്യൂ ആൻഡ് ഇറ്റ് ഇന്റർഫിയേഴ്സ് വിത്ത് ദ നാച്ചുറൽ ഫങ്ഷൻസ് ഓഫ് ഗേൾസ് ആൻഡ് വിമൻസ് ബോഡീസ്. Although all forms of FGM are associated with increased risk of health complications, the risk is greater with more severe forms of FGM. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി.